Hello everyone, how are you? Hope you are doing great. ഇന്ന് നമ്മുടെ വിശേഷം അഫീദിൻ്റെ നിക്കാഹാണ്. അപ്പം നമ്മൾ ഇന്ന് അഫീദിൻ്റെ നിക്കാഹിനാണ് പോകുന്നത് ഒരു വലിയ വണ്ടിയിലാണ്, അതായത് ട്രെയിനിൽ. അതിനൊരു കാരണമുണ്ട്. ഞാൻ പാലക്കാടായിരുന്നു. പാലക്കാട് നിന്ന് രാവിലെ വരുമ്പോൾ കാറിൻ്റെ ടയർ പൊട്ടി ഒരു സ്കൂട്ടറുകാരനെ ഇടിച്ചു. ഡ്രൈവ് ചെയ്തത് ഞാനായിരുന്നു. പാവം, ആ മനുഷ്യനൊന്നും സംഭവിച്ചില്ല, അൽഹംദുലില്ലാ. വണ്ടി പൊളിഞ്ഞു, നല്ല പണി വന്നു. എൻ്റെ കാറിനും ബമ്പറും മിററും ഒക്കെ പൊട്ടി. അങ്ങനെ നിക്കാഹിന് പോകേണ്ട കാര്യത്തിനൊരു തീരുമാനമായി. എന്തായാലും നമ്മുടെ അഫിൻ്റെ നിക്കാഹിന് പോകാൻ കുറേ ദിവസം മുൻപ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ് സ്കൂട്ടി വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് വീട്ടിൽ തിരിച്ചെത്തി. ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ആൾ ചെയ്തു. ആ ചേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും വണ്ടിയുടെ സ്പെയർ പാർട്സൊക്കെ വാങ്ങിക്കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്ക ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇക്ക അയാളെ സമ്മതിച്ചു, ഒരു പാവം മനുഷ്യൻ, ഒന്നും പറഞ്ഞില്ല എന്ന്. അല്ലാട്ടാ, കുറച്ച് സമയം ഇനി ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം ആ പാവം മനുഷ്യനെ നീ കാരണം എന്തൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇക്ക ഇത് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മാറി നിൽക്കും. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യർക്കെല്ലാം ഇത് സംഭവിക്കും. ഈ പ്രോബ്ലംസിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ ഇനി ഒരിക്കലും നമുക്ക് ഹാപ്പി ആകാൻ കഴിയില്ല. സോ ഇറ്റ്സ് ഓക്കെ. അതോടെ ഇക്ക ആ സംസാരം നിർത്തി. വീട്ടിലെത്തിയപ്പോൾ ഇക്ക പറഞ്ഞു, നിനക്ക് നിക്കാഹിന് പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. സമയം 11:20. കുറേ ദിവസം മുൻപ് അഫീദിൻ്റെ നിക്കാഹിന് പോകാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് കേട്ട പാതി ട്രെയിനിൻ്റെ സമയം നോക്കി. ഇനി ട്രെയിനുള്ളത് 12:20. നിക്കാഹിന് എത്തുമോ എന്ന സംശയമൊക്കെ മാറ്റി വെച്ച് റെഡിയായി. 12:30 ട്രെയിനിൽ കയറി. കുറ്റിപ്പുറം ഇറങ്ങി ബസ്സിലും ഓട്ടോയിലുമായി ട്രയാങ്കിൾ ഓഡിറ്റോറിയം വെട്ടിച്ചിറ എത്തിയപ്പോൾ 2:10. ഓഡിറ്റോറിയം സൂപ്പറാണ്, ഹരിതമനോഹരമായ അറ്റ്മോസ്ഫിയർ. എത്തിയപ്പോൾ നമ്മുടെ മണവാളനും മണവാട്ടിയും സ്റ്റേജിലുണ്ട്. കണ്ടതും സന്തോഷം, മാഷാ അല്ലാ. എനിക്കും എത്തിച്ചേരാൻ കഴിഞ്ഞു. അഫീദിൻ്റെ ഉപ്പ, ഉമ്മ, അനിയത്തി എല്ലാവരെയും കണ്ടു. പിന്നെ കുറച്ചു നേരം അവരുടെ ഫോട്ടോ സെഷനൊക്കെ കണ്ട് നമ്മൾ ട്രെയിനിൽ തന്നെ തിരിച്ച് ഷൊർണൂരിലേക്ക് വന്നു. ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകും. അതിനെ കൂടെ കൊണ്ടു നടക്കാതെ സോൾവ് ചെയ്ത് നമുക്ക് വേണ്ടതിലേക്ക് വിഷ്വലൈസ് ചെയ്യുക എന്നെ പഠിപ്പിച്ചത് ഷാഫി സാറാണ്. ഷാഫി സാറിൻ്റെ EFTയും. താങ്ക് യു സോ മച്ച് സാർ. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, റീഫോക്കസ് ആൻഡ് ഗിവ് ഇറ്റ് എവറിത്തിങ് യു ഹാവ് ഗോട്ട്. ഗോഡ് ഈസ് നോട്ട് പണിഷിംഗ് യു, ഹി ഈസ് പ്രിപ്പയറിംഗ് യു. നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ചില മനസ്സുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവിടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. അഫീദിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.